Hey everyone, I am back with a long video. പുതിയ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഞാൻ സാഹിത്യ, എ ബഡിങ് കോണ്ടന്റ് ക്രിയേറ്റർ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ദ റൈറ്റ് ടൈം ബിക്കോസ് ടുഡേ വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഇസ് സ്റ്റാർട്ടിങ് എ ന്യൂ ചാപ്റ്റർ ഇൻ ഹർ ലൈഫ്. ഞാനിപ്പോൾ ഒന്നും കെട്ടൂലേ, ഇപ്പോൾ ഒന്നും ഞാൻ സെറ്റാകാൻ നിൽക്കില്ല എന്ന് പറയുന്ന ഫ്രണ്ട്സ് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഇന്ന് എനിക്കുണ്ട്. അതിൽ പെട്ട ഒരാളാണ് അജിന്യ. സോറി, പറയാൻ മറന്നുപോയി, അജിനയുടെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. അജിനെ നിങ്ങൾ എൻ്റെ പോണ്ടിച്ചേരി വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ വ്ളോഗിങ്ങിൽ വേറെ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, നൺ അതർ ദാൻ മൈ ഹസ്ബൻഡ്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തന്നെ ഓൾമോസ്റ്റ് 1 month ആവാറായി. എപ്പോഴാണ് ഞാനതൊക്കെ എഡിറ്റ് ചെയ്ത് വരുന്നത്. പണ്ടൊക്കെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും നല്ല മൊമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ത്രൂ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാറുണ്ടല്ലേ. അത് ഈവൻ വ്ളോഗിങ്ങൊക്കെ ട്രെൻഡ് ആവുന്നതിന് മുന്നേ. പിന്നെ എപ്പോഴോ കൂടുതൽ റീച്ചുള്ള വീഡിയോസ് മാത്രമേ നല്ല വീഡിയോസ് ഉള്ളൂ എന്ന് ഞാൻ സെൽഫ് വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാറ്റി വെച്ച കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷെ അങ്ങനെ തളരാൻ പാടില്ലല്ലോ അല്ലേ. എവിടെ നിൽക്കുകയോ എനിക്ക് മോട്ടിവേഷൻ കിട്ടി, ഞാൻ വീണ്ടും കളത്തിലിറങ്ങി. പിന്നെ അവളുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗാകുമ്പം മിസ് ചെയ്തുവിടല്ലോ. സോ അജിനി ആൻഡ് രാഹുൽ രണ്ടാളും പരിചയപ്പെട്ടത് Shaadi.com മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ്. ആൻഡ് പരിചയപ്പെട്ടിട്ട് ഒരു 1 year ആയിട്ടുണ്ടാവും ഇപ്പം. And we are so happy for her because she chose the right person. നടക്കാൻ പോവുകയാണ്. ആദ്യം അജന്യ റിങ് രാഹുലിന് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സെറമണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻസ്റ്റയിൽ വരുന്ന റീൽസ് ചെറുപറന്ന് അയച്ചിട്ട് നമുക്ക് അവിടെ പോയാൽ ഇവിടെ പോയാൽ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളാണ് അജന്യ. സോറി, ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ കുറച്ച് ബിസിയാണ് കേട്ടോ. എൻഗേജ്ഡ് ആയതുകൊണ്ടല്ല, അലോങ് വിത്ത് ഹർ ജോബ് അവളൊരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേര് ചായ്ക്കിനാര്. നമ്മുടെ കോഴിക്കോട് ബീച്ചിനടുത്ത്. ബീച്ച് വഴി കൂടെ പോവുകയാണെങ്കിൽ ഡു ചെക്ക് ഔട്ട് ഗൈസ്. മാട്രിമോണിയൽ സൈറ്റിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ പരിചയപ്പെട്ട് 1 വർഷത്തിൻ്റെ അടുപ്പത്തിൽ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അല്ലാണ്ട് റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് അതിനുശേഷം 1 വർഷം ദൂരം ഒരു പ്രശ്നമായിരുന്നു. പിന്നെ എല്ലാം പിന്നെ ഒരു 1 year ഗ്യാപ്പ് നമ്മളെ കല്യാണത്തിനും ഉണ്ട്. അപ്പോൾ 1 വർഷം കൂടി പ്രണയിച്ചിട്ട് അടുത്ത കല്യാണം കഴിക്കാം. വരുന്നുണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് എന്നെ കൺവിൻസ് ചെയ്തത്. കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വന്ദേ ഭാരത് ഉണ്ട്, NH പുതിയ പടി കഴിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതാണ്. കേരള സർക്കാരിന് നന്ദി. പക്ഷേ ഞാനല്ല ചേച്ചി, അവളാണ് പല കാര്യത്തിലും ചേച്ചി. എൻ്റെ കാര്യങ്ങൾ കൂടി എനിക്ക് എല്ലാ കാര്യങ്ങളും പറ്റി പറയാനുണ്ട്. ബാക്കി പറഞ്ഞത് ആരും കേൾക്കാത്തതുകൊണ്ട് ഞാനിവിടെ പറയാണ് കേട്ടോ. ബിക്കോസ് മൈക്ക് പ്രോപ്പറായിട്ട് പിടിച്ചിട്ടില്ല. അജിനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന ഒരു +1 +2 ടൈമിലാണ്. അത് റീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്യൂഷന് പഠിക്കാൻ പോയ ടൈമിൽ. അത് അത്ര ക്ലോസ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ ഇപ്പം ക്ലോസ് ആണ്. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരാളാണ്. എപ്പോഴും പ്ലസൻ്റായി ചിരിച്ചുകൊണ്ടിരിക്കും. കാര്യങ്ങളൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഫ്രണ്ട്ഷിപ്പൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളും കൂടിയാണ്. പിന്നെ ഇത് അവളുടെ ഡേ ആയതുകൊണ്ട് നമുക്ക് പൊക്കി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അല്ല കേട്ടോ, കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും വിഷ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അജിനിയുടെ ഫിയാൻസി രാഹുൽ ഒരു ഫിലിം എഡിറ്ററാണ്. ആള് തലവര മൂവിയുടെ എഡിറ്ററാണ്. ആ മൂവിയിലെ ഡയറക്ടറായിട്ടുള്ള അഖിലാണ് ഈ വന്ന് സംസാരിക്കുന്നത്. എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും വിചാരിച്ചത്ര ലോങ് ഒന്നുമല്ല വീഡിയോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ബാക്കി അവിടെ കിടക്കുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഐ എം പ്ലാനിങ് ടു ബി മോർ ആക്റ്റീവ് ഹിയർ ഫ്രം നൗ ഓൺ. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. Until then, take care and bye.